ഉമ്മയൊക്കെ കുറെ ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? എന്നിട്ട് ഇങ്ങനെ മാസമൊക്കെ ഇങ്ങനെ ബീജം വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ രാത്രി ഇരുന്ന് ചിന്തിക്കല കൂടുതൽ. ഒരു മണിയാകുമ്പോ രാവിലെ വരെ ഇങ്ങനെ കിട്ടും വരെ ചിന്തിക്കും. ഉപ്പ ഇതിന്റെ ഭാഗത്ത് ചിന്തിക്കുകയില്ല, നോക്കുകയില്ല. എന്താണ് അവന്റെ ഇഷ്ടം അവൻ ചെയ്യട്ടെ എന്നൊരു അങ്ങനെയല്ല, ചോദിക്കൂല, അത്രേ ഉള്ളൂ. ചോദിക്കൂല, പിന്നെ അറിയൂല, അറിയാനും ശ്രമിക്കൂല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. ബ്രോ, കൽബിൽ എങ്ങനെയാ വരുന്നത്? കൽബില് സാജിദിക്കാണ് അത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് കണ്ടിട്ട് ആൾക്ക് ഇങ്ങനെ പറഞ്ഞു, ഈ ചെയ്യുന്ന സംഭവമായിട്ടൊരു പരിപാടി പിടിക്കാം, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം അതിലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടുന്നുണ്ട്. അതായിട്ടാണ് കോണ്ടാക്ട്. ഈ ആദ്യമായിട്ട് സിനിമ അഭിനയിക്കാൻ നേരത് നിങ്ങൾക്ക് നേരത്തെ ബ്രോ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഇല്ലെങ്കിൽ റീൽസ് എന്നൊക്കെ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഈ മാസ് സാധനമുള്ള നമ്മൾ സിനിമയെ കണ്ടിട്ടുള്ള സാധനത്തിനെ റീപ്ലേസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരുന്നു. ലിപ്സിംഗ് ഒക്കെ. അപ്പൊ ഒരു സിനിമയിലേക്ക് വരാൻ നേരത്ത് എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം? സിനിമയിലേക്ക് വരുമ്പോൾ ഓൺ വോയിസ്, അത് ഞാൻ ഓൺ വോയിസ് യൂസ് ചെയ്യലില്ല. ഓൺ വോയിസ് ആകെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനെ തുറന്നിങ്ങനെ സംസാരിക്കുക, അത് മാത്രമേ. പിന്നെ സാജിദിക്ക ഒരു മാജിക്കാണ്. ആള് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തെന്ന് എനിക്ക് അതിൽ കോൺഫിഡൻസ് സെറ്റായി. പിന്നെ ഡെലിവറി ചെയ്യാൻ തുടങ്ങി വോയിസ് സ്വന്തമായിട്ട്. സോഷ്യൽ മീഡിയ തരംഗം വന്ന് ഇന്നിപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിനൊക്കെ മുമ്പ് ഫാമിലി ഇതെങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്? ഇപ്പൊ വാപ്പ ഖത്തറിലാണ്, പിന്നെ 4 മക്കളാണ് നിങ്ങള്. അപ്പൊ അതില് 5 മക്കള്, 2 പെൺമക്കളും 3 പെൺമക്കളും 2 അപ്പം അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെങ്ങനെയായിരുന്നു നോക്കിയത്? ഇപ്പൊ മൂത്ത മോനാണ്, അപ്പം എങ്ങനെ ഇവനെ എന്തൊക്കെ ഈ കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ മെഡിക്കല് പഠിക്കുന്നത്. ഇപ്പൊ ട്രെയിനിങ്ങില്ല, ഇപ്പൊ ഇന്റേൺഷിപ്പില്ല. ഇപ്പൊ വീട്ടുകാരെ പറയുമ്പോൾ പഠിക്കുന്നൊക്കെ ഉണ്ടായി. പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോ ചോദ്യങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ ഈ കത്തികുത്ത് ആ സാധനം സിഗരറ്റിന്റെ എല്ലാം കാണുമ്പോ ഭയങ്കര ആദ്യമൊക്കെ സീനായിരുന്നു. പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം അങ്ങനെ. ഇപ്പൊ എല്ലാം ഓക്കെ. ഈ പിന്നീട് ഇപ്പം എല്ലാരും ശ്രദ്ധിക്കപ്പെട്ടു, ഭയങ്കര റീച്ച് കാര്യങ്ങള്, എല്ലാരും ഭയങ്കരമായിട്ട് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് അത് എങ്ങനെ വീട്ടുകാരെങ്ങനെയാ നോക്കി കണ്ടത്? വീട്ടുകാരെന്ന് പറഞ്ഞാൽ എന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ സിസ്റ്റേഴ്സേ നോക്കുള്ളൂ. ഉമ്മക്ക് അത്രയില്ല. ഉമ്മ വീഡിയോ മാത്രം കാണും. അതിപ്പോ ആരെല്ലാം ലൈക്ക് ചെയ്ത് എത്ര ഉപ്പ ഒന്നും കാണൂല. ഉപ്പ ഇതൊന്നും അറിയേയില്ല. ഉപ്പ അറിയാൻ എന്നെ കുറച്ച് പേർക്ക് അറിയാം. ഈ സിനിമയിലേക്ക് വന്ന് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒരു മാറ്റമാണല്ലോ. അതിപ്പോ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങന്മാർക്കൊക്കെ അത് അവരെങ്ങനെയാ കണ്ടത്? പെങ്ങന്മാരൊക്കെ ഓക്കെ ആയിട്ടാ കണ്ടേ. ഉമ്മയൊക്കെ കുറെ ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? അല്ല, സിനിമ വേണോ, സിനിമ ചെയ്യണോ, സിനിമയ്ക്ക് പോകണോ? ഞാൻ പറഞ്ഞു ചെയ്യുന്നതൊക്കെ സിനിമയ്ക്ക് തന്നെയാ. ഒരു ചാൻസ് കിട്ടുമ്പോ എന്നാലും സിനിമ. ഞാൻ പറഞ്ഞു റീൽസും സിനിമയായിട്ട് സിമിലർ, രണ്ടും ഒന്ന് തന്നെയാ, മാറ്റമൊന്നുമില്ല. അങ്ങനെ കുറെ കൺവിൻസ് ചെയ്തിട്ട്. ഉപ്പ ഇതിന്റെ ഭാഗത്ത് ചിന്തിക്കുകയില്ല, നോക്കുകയില്ല. എന്താണ് അവന്റെ ഇഷ്ടം അവൻ ചെയ്യട്ടെ എന്നൊരു അങ്ങനെയല്ല, ചോദിക്കൂല, അത്രേ ഉള്ളൂ. ചോദിക്കൂല, പിന്നെ അറിയൂല, അറിയാനും ശ്രമിക്കൂല. ഇതേപോലെ എങ്ങനെയാണ് ഇതേപോലെ റീൽസ് ചെയ്തു തുടങ്ങി ആ ടൈം ഒന്ന് ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു റീൽസ്? അല്ല, ഞാൻ ടിക്ടോക്കില് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് അപ്പോഴാണ് മോഡി ടിക്ടോക്ക് നിരോധിച്ചത്. ടിക്ടോക്ക് അപ്പൊ 1.4 ഉണ്ടായി. പിന്നെ ഓപ്പൊക്കെല്ലാം പോയി. ഇൻസ്റ്റാഗ്രാം പോലെ അല്ലല്ലോ ടിക്ടോക്കിന്റെ ഓഡിയൻസ് വേറെ, ഇൻസ്റ്റാഗ്രാമിന്റെ ഓഡിയൻസ് വേറെ. ടിക്ടോക്കിൽ എന്ത് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല. ചെയ്യുന്നതില് ക്ലാരിറ്റിയും സംഭവമാണ്. ഈ കണ്ടന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാറൊക്കെ? കണ്ടന്റ് ഇങ്ങനെ മാസമൊക്കെ ഇങ്ങനെ ബീജം വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ രാത്രി ഇരുന്ന് ചിന്തിക്കല കൂടുതൽ. ഒരു മണിയാകുമ്പോ രാവിലെ വരെ ഇങ്ങനെ കിട്ടും വരെ ചിന്തിക്കും. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്ലോ ആ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ഒന്നിന്ന് ചെയ്തെങ്കിൽ പിന്നെ 2 ആഴ്ച എല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ.
ഈ പുതിയതായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ് ഒരു മേഖല ഈ റീൽസിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പുതിയ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പോഴേക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ആലോചിച്ചത് കാര്യങ്ങൾ? അതിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ചേഞ്ചസ് എപ്പോഴും വേണമല്ലോ. ലൈക്ക് ഇപ്പോ സെയിം സംഭവം ചെയ്യുമ്പോൾ ആർക്കാലും മടുക്കും, ഏതൊരാണെങ്കിലും മടുക്കും. അപ്പോ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ ഷൂട്ട് ആവുന്നുണ്ട്, ഈ ക്യാരക്ടർ അത് നമ്മൾ നോക്കണം, അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ആദ്യമായിട്ട് കൽബിന്നാണോ ഓപ്പർച്യൂണിറ്റി വന്നത്? ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്, ചെക്കൻ എന്ന് പറഞ്ഞിട്ട്, ഒരു ഷാഫി എപ്പിക്കാട് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ മലപ്പുറം. അത് 2020 എഴുതിയ ഒരു ഫാമിലി പടം. ഈ സിനിമക്കാരനായെന്ന് അവിടെ നാട്ടിൽ മൊത്തം അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? നാട്ടില് ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പിയാ, എന്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പിന്നെ ചോദിക്കും ആൾക്കാർ, സിനിമ അഭിനയിച്ച ഏത് സിനിമ? ഈ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടോ? വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പറയാറായിട്ടില്ല, റെഡി ആയിട്ടില്ല. അതിന്റെ സംസാരങ്ങൾ നടക്കുന്നേ ഉള്ളൂ, ഡിസ്കഷൻസ്. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാനൊന്നും എനിക്കില്ല, സത്യം പറഞ്ഞ പ്ലാനൊന്നും ഇല്ല. ഇതിങ്ങനെ ഫ്ലോയില് പോകുന്ന, ബട്ട് എഫോർട്ടിലൂടെ ഹാർഡ് വർക്കിലൂടെ പോകുന്ന, നോ പ്ലാൻസ്. ലൈഫിൽ ഒരു അംബീഷൻ എന്ന് പറയാൻ എന്താണ് മുന്നോട്ട്? നടനാകണമെന്നാണ്. അത് ഉറപ്പായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു. ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് നൽകുന്നത് എന്താണ്? ഹാപ്പിനെസ് തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തന്നെ, വേറെ ഒന്നുമില്ല സീരിയസ്ലി. ഈ സിനിമ എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യാറും കാര്യങ്ങളൊക്കെ? സിനിമയോ? സിനിമ പുതിയ പുതിയ കഥകൾ, ഡയറക്ഷൻസ്, ക്യാരക്ടേഴ്സ്. പോയി തിയേറ്ററിൽ പോയി കണ്ട്? തിയേറ്ററിൽ പോയി കണ്ട്. ഈ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഡയറക്റ്റ് എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യല്. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഡയറക്ഷനിൽ. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല. അത് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ആഗ്രഹമുണ്ട്, ബട്ട് കോൺഫിഡൻസ് ഇല്ല. ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ജസ്റ്റ് തുടക്കം നിങ്ങൾ എങ്ങനെയായിരുന്നു? തുടക്കം ഞാൻ മ്യൂസിക്കലിക്ക് ഇങ്ങനെ കാണലുണ്ട്. ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ലിപ്സിങ് ഫസ്റ്റ് ലിപ്സിങ് അല്ലേ, ലിപ്സിങ് ആര് ചെയ്താലും കയറുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ ലിപ്സിങ് ചെയ്ത് ഞാൻ തന്നെ കീപ്പ് ചെയ്യാല പതിവ്. പിന്നെ പബ്ലിക് ആക്കാൻ തുടങ്ങി, ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് വെറുതെ പബ്ലിക് ആക്കാൻ തുടങ്ങി. അതിലും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഫിലിമിന്റെ ആരും ചെയ്യാത്തൊരു സാധനം എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യുന്ന പോലെ ഫീലായി. പിന്നെ ഈ സ്ലോ മോഷൻ കാര്യമുണ്ടല്ലോ, അപ്പൊ ആരും ചെയ്യുന്നില്ല. അതെടുത്ത് ട്രൈ ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ കയറി തുടങ്ങി. പിന്നെ എല്ലാം അങ്ങോട്ട് സ്ലോ മോഷൻ തന്നെ ആക്കി ഉറപ്പിച്ച്, എന്നിട്ട് ഒരു 80K വരെ പിടിച്ച്, എന്നിട്ടാണ് ബിഗിലിന്റെ ട്രെയിലർ ആയിരുന്നു. അതിന് നെക്സ്റ്റ് ഡേ ആ ട്രെയിലറിന്ന് കട്ട് ചെയ്ത ഒരു പാട്ട് ചെയ്ത് അതാണ് ക്ലിക്കായി. ഈ റീച്ച് ആവുന്ന ഒരു ടൈം ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം റീൽസ് ഇങ്ങനെ വ്യൂസ് ആയി വരാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ നമ്മൾ തന്നെ നോക്കുമല്ലോ, ഇത് ഇത്ര ലൈക്ക് അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഫസ്റ്റ് ടൈം കേറാൻ നേരത്തെ ഉണ്ടായിരുന്ന ഇമോഷൻ ഉണ്ടല്ലോ ടിക്ടോക്കിൽ. ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. ഞാൻ എന്ത് സംഭവിക്കുന്നത് എനിക്ക് അതിൽ മനസ്സിലായില്ല. പിന്നെ കുറെ ആൾക്കാരുടെ വാട്സപ്പ് സ്റ്റാറ്റസും ഞാൻ എന്നെ വെക്കുന്ന അതൊരു ഫീലിംഗ് വേറെ തന്നെയായിരുന്നു. അത് പിന്നീട് റീൽസിലേക്ക് വന്നപ്പോഴേക്കും ആ ഫോളോവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോയി അല്ലേ? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്ക് പോകുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ 40 അങ്ങനെ എന്താ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓഡിയൻസിന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരില്ല അവിടെ. പിന്നെ റീൽസ് വന്നോടെ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാക്കാൻ നോക്കി ട്രൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫെക്റ്റ് അല്ല എന്നാലും. ഈ ഓഡിയൻസിന്റെ ടേസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആഫ്റ്റർ കോവിഡ് ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും. അത് എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്? അത് എന്ന് പറഞ്ഞാ ഇതിൽ തന്നെ ഇപ്പൊ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ കോമഡി ട്രൈ ചെയ്യും. മാസ് എന്ന് പറഞ്ഞാൽ മാസിന്റെ ഒക്കെ ഇപ്പൊ ആൾക്കാർ കുറവാണ്. ഇപ്പൊ ആർക്കും അങ്ങനെ മാസൊന്നും കാണണ്ട. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആകെ കാണുന്ന മീം, പിന്നെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ, ഇമോഷൻസിന്റെ എന്തെങ്കിലും അങ്ങനെയാ കൂടുതൽ ക്യാച്ച് ഉള്ളത്. അപ്പോൾ ഇടയിൽ ഈ മാസ സാധനങ്ങൾ ട്രൈ ചെയ്യും. ഇടയിൽ ഈ സിനിമയിലെ കൽബിലെ ഏത് ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്? കൽബില് നേരെ നെഗറ്റീവാ, ഹീറോന്റെ ഓപ്പോസിറ്റ് ആയിട്ട്.
പക്ക വില്ലനാണോ? ആ പക്ക വില്ലനാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ചോര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ചോര എന്ന് പറഞ്ഞാൽ ചോരയല്ല, എന്നാലും ഒരു നാട്ടില് എല്ലാത്തിനും അടക്കുന്ന ഒരു ടീംസ് അത്ര. ഷൂട്ടിംഗ് ടൈം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഷൂട്ടിംഗ് ടൈം ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു ഷൂട്ടിങ്. എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നടന്നത് ശരിയാ? ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം കാമായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം കൽബിനെ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കൽബിന്റെ ശരിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല സ്റ്റോറി അറിയാൻ വേണ്ടി. എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കാണാൻ വേണ്ടി. എന്താ സംഭവം, സാജിക്ക് എന്താ ഉണ്ടാക്കി വെച്ചത്. ഞാൻ എൻ്റെ പാട്ട് മാത്രമേ ചെയ്തിട്ടുള്ളത്. പറയും പോലെ ഞാനും വിശ്വസിക്കുന്നത് പോലെ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ ലവ് സ്റ്റോറി. വി ഓൾ എക്സ്പെക്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. മേ ബി. ഓക്കെ, താങ്ക് യു. താങ്ക്സ് സോ മച്ച്.